ഹായ് ഫ്രണ്ട്സ്, അജയ് പാരിപ്പള്ളി ക്രിയേഷൻസിൻ്റെ അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ. ഇനി ഇടുന്ന വീഡിയോകൾ കാണുന്നതിനായി ബെൽ ഐക്കൺ ഞെക്കുക. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബിരിയാണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. 4 കഷ്ണം ചിക്കൻ, 2 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്. ഒരു 2.5 സ്പൂൺ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. ഇനി ബിരിയാണിക്കുള്ള മസാലക്കൂട്ട്. പെരുംജീരകം ഒരു 2 ടീസ്പൂൺ, ബിരിയാണി മസാല മിക്സ് ആവശ്യത്തിന്, 3 സർവ്വസുഗന്ധി ഇല, അതില്ലെങ്കിൽ വൈനയില എടുത്താലും മതി, ആവശ്യത്തിനുള്ള ഉപ്പും. മൂപ്പിച്ചെടുക്കാനായി ഒരു സവാള നൈസായിട്ട് അരിഞ്ഞു മാറ്റി വെക്കണം. അതോടൊപ്പം തക്കാളിയും അരിഞ്ഞു വെക്കുക. ഇനി വേവിക്കാനുള്ള അരിയാണ്. ബിരിയാണി ലോങ് റൈസ് ഒരു 2 കപ്പ് എടുക്കണം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മസാലകളെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ച അരിയും ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. അരി വേവുന്ന നേരത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. പോട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ചേർക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് മൂപ്പിച്ച് മാറ്റാം.
അരി ഒന്ന് വെന്തോന്ന് നോക്കാം. സ്വല്പം കൂടെ വേവാനുണ്ട്. ബാക്കി വന്ന നെയ്യിലെ ചിക്കൻ്റെ പീസുകൾ ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരി വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റാം. ഒരു 1/4 ഭാഗം മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള ചോറിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. അപ്പം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടെ ബാലൻസ് ഇരിക്കുന്നതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് സ്വല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കണം. ഞാൻ അടച്ചങ്ങ് വയ്ക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറായിട്ടാണ് ഇത് ഇടാൻ പോകുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഒരു ലെയറും കൂടെ റൈസ് അങ്ങ് വെക്കുക.
ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ചോറും കൂടെ അതിൻ്റെ മേളിലോട്ടേക്ക് നന്നായിട്ടൊന്ന് തൂവിക്കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി ഏറ്റവും മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കണം. ഇനി ഒരു 15 മിനിറ്റ് നേരം സിമ്മിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. കിഡിലൻ സാധനമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷും ചേർത്തിട്ടങ്ങ് കഴിക്കാം. ചിക്കൻ കറിയോ സാലഡോ പപ്പടോ അച്ചാറോ ചട്നിയോ എന്ത് വേണേ ആയിക്കോട്ടെ. ഞാനിതിന് ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.